എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാനിപ്പോൾ നിൽക്കുന്നത് തണ്ണിത്തോട്ടിലാണ്. ഇന്നത്തെ ശക്തമായ കാറ്റിലും മഴയിലും തണ്ണിത്തോട് സെൻറ്റ് ബെനഡിക്റ്റ് സ്കൂളിൻ്റെ മേൽക്കൂര പൂർണ്ണമായിട്ടും തകർന്നു. അതിശക്തമായ കാറ്റിൽ സ്കൂളിൻ്റെ മേൽക്കൂര പറന്ന് തൊട്ടടുത്തുള്ള വീടിൻ്റെ മുകളിലേക്ക് പതിക്കുകയായിരുന്നു. ആർക്കും അപകടങ്ങളോ കാര്യങ്ങളോ ഒന്നുമില്ല. ഇന്ന് സൺഡേ ആയതുകൊണ്ട് തന്നെ കുട്ടികളൊന്നും സ്കൂളിൽ ഇല്ലാത്തതിനാൽ വലിയൊരു അപകടം ഒഴിവായി. നമുക്കെല്ലാവർക്കും അറിയാം, ഇപ്പോൾ പല സ്ഥലത്തും അതിശക്തമായിട്ടുള്ള കാറ്റും മഴയുമാണ്. ഇങ്ങനെയുള്ള സമയങ്ങളിൽ കുട്ടികൾ പുറത്തു പോകാതിരിക്കും. കുട്ടികൾ മാത്രമല്ല കേട്ടോ, മുതിർന്നവരും പുറത്തു പോകാതിരിക്കും. അതുപോലെ തന്നെ വെള്ളക്കെട്ടുകളും തോടുകളും നദികളൊക്കെ ഉള്ള സ്ഥലത്ത് പോകാതിരിക്കാനും അവിടെ ഇറങ്ങാതെ ഇരിക്കാനും ഒക്കെ മാക്സിമം ശ്രദ്ധിക്കണം. ഇവിടെ നിന്ന് ഇപ്പോൾ ആൾക്കാരൊക്കെ നിൽപ്പുണ്ട്. സാധനങ്ങളൊക്കെ ഒന്ന് പറക്കി വെക്കുക, എല്ലാം റെഡിയൊക്കെ ചെയ്യുകയാണ്. അതുപോലെ തന്നെ മുകളിലാണെങ്കിൽ കൂടുതൽ അപകടം ഉണ്ടായിരിക്കാൻ വേണ്ടിയിട്ട് ഭിത്തിയിലൊക്കെ പ്ലാസ്റ്റിക്കൊക്കെ ഇട്ട് കവർ ചെയ്ത് നല്ല വൃത്തിയായിട്ട് തന്നെ വെച്ചേക്കാണ്. ഇത് കണ്ടില്ല, ഇതാണ് സംഭവം. എന്നിട്ട് നോക്കി, ആ ഒരു സ്കൂളിൻ്റെ മുകളിലത്തെ ഫുള്ള് സാധനം നീണ്ട് വന്ന് കിടക്കുന്നുണ്ടല്ലോ. നമുക്ക് കാണുമ്പോൾ തന്നെ ഒരു പേടിയാവുന്നുണ്ട്. ആ ഒരു വീട്ടിലിൻ്റെ മണ്ടയ്ക്കോട്ട് വന്ന് വീണേക്കുന്നത് അത്രയ്ക്ക് അതിശക്തമായിട്ടുള്ള കാറ്റാണ് അടിച്ചേക്കുന്നത്. നമുക്ക് കാണുമ്പോൾ തന്നെ അറിയാം. അല്ലെങ്കിൽ പിന്നെ ഇത്രയും വലിയൊരു സ്ട്രക്ചർ ഇങ്ങനെ ഇത്രയും പറന്ന് വരണമെങ്കിൽ അതൊരു ചില്ലറ കാര്യമല്ല. ഇവിടെ തന്നെ ആൾക്കാരൊക്കെ സാധനങ്ങളൊക്കെ പറക്കിയൊക്കെ മാറ്റുന്നുണ്ട്. ആ തണ്ണിത്തോട് ജംഗ്ഷനിൽ തന്നെയാണ് സ്കൂള്. ജംഗ്ഷൻ എന്ന് പറയുമ്പോൾ തണ്ണിത്തോട് കാവ് ജംഗ്ഷൻ എന്ന് പറയും. ആ ഒരു ജംഗ്ഷൻ അടുത്ത് തന്നെയാണ് സ്കൂളുള്ളത്. ഇതെല്ലാം കാണുമ്പോൾ തന്നെ ഒരു ഭയങ്കരമായിട്ടുള്ളൊരു സംഭവമാണ്. ഒരു ഭയം തോന്നുന്നതാണ് കാണുമ്പോൾ തന്നെ. നമുക്കെന്തായാലും ഇനി അങ്ങോട്ട് പോയിട്ട് നമ്മുടെ സ്കൂളിൻ്റെ മേളിൽ കയറി നോക്കാം. സ്കൂളിൻ്റെ അകത്തെ ഒരു അവസ്ഥ എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. എന്തായാലും അവിടെ നിന്ന് പിള്ളേരൊക്കെ പറയുന്നുണ്ട് നാളെ അവധിയാണ്, നാളെ സ്കൂളില്ല എന്നൊക്കെ പറയുന്നുണ്ട്. അന്നേരം അവിടെ ഒരു സാറ് നിൽപ്പുണ്ട്. സാറ് പറയുന്നുണ്ട് നാളെ അവധിയൊന്നുമില്ല, ആവശ്യമില്ലാതെ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും പറയുകയും ചെയ്യില്ല. കാരണം അങ്ങനെ ഒരു ന്യൂസ് സ്പ്രെഡായി പോയി കഴിഞ്ഞാൽ പിന്നെ പരമാവധി കുട്ടികൾ മാക്സിമം വരാതിരിക്കാൻ തോന്നുന്നു. ഇത് ഒരുപാട് വർഷം പഴക്കമുള്ളൊരു സ്കൂളാണ്. 1975 എൻ്റെ അച്ഛനൊക്കെ ആണെങ്കിൽ ഇവിടെ SSLCക്കൊക്കെ ഇവിടെയാണ് പഠിച്ചത്. അപ്പോൾ അതുപോലെ പഴക്കമുള്ളൊരു സ്കൂളാണ്. ഒരുപാട് സ്റ്റുഡൻസ് പഠിച്ചിറങ്ങി, ഒരുപാട് സ്റ്റുഡൻസ് വലിയ വലിയ നിലയിലൊക്കെ പോയൊരു സ്കൂൾ കൂടിയാണിത്. രണ്ട് കണ്ടില്ല, നമ്മൾ ഇവിടെ കയറുമ്പോഴാണ് കൂടുതൽ ഭീകരമായിട്ട് നമുക്ക് തോന്നുന്നത്. മൊത്തത്തിൽ അടിച്ച് പറത്തിക്കൊണ്ട് പോയെന്നുള്ള. പക്ഷേ ആ ഒരു സമയത്ത് തന്നെ വേണ്ട പ്ലാസ്റ്റിക് എല്ലാം ഇട്ട് കവറെല്ലാം ചെയ്ത് ബാക്കിയുടെ അപകടം കൂടുതൽ ഉണ്ടാകാതിരിക്കാൻ വേണ്ടിയിട്ട് പ്ലാസ്റ്റിക്കൊക്കെ ഇട്ടെല്ലാം സെറ്റാക്കി വെച്ചിട്ടുണ്ട്. അന്നേരം ഇതാണ് ഇപ്പോഴത്തെ ഇവിടുത്തെ ഒരു അവസ്ഥയെന്ന് പറയുന്നത്. അന്നേരം എല്ലാവരും ശ്രദ്ധിക്കുക, മഴയത്തും കാറ്റത്തും എല്ലാവരും മാക്സിമം പുറത്തിറങ്ങാതെ ആ ഒരു സമയത്ത് വീട്ടിൽ തന്നെ ഇരിക്കാൻ പരമാവധി ശ്രമിക്കുക. അന്നേരം നമുക്ക് വീണ്ടും ഒരടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും വരാം. എല്ലാവർക്കും ബൈ.